റമളാൻ ഇങ്ങ് എത്തിയല്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് റമളാനെ പറ്റി സംസാരിച്ചാലോ? ഇസ്ലാമിക കലണ്ടറിൽ 12 അറബി മാസങ്ങളുണ്ട്. അതിൽ 9ാമത്തതും ഏറ്റവും പവിത്രവുമായ മാസമാണ് റമളാൻ. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ വലിയ ആരാധനകളോടെയും പ്രാർത്ഥനകളോടും കൂടിയാണ് ഈ ഒരു മാസത്തെ വരവേൽക്കുന്നത്. മാനവരാശിക്ക് വഴികാട്ടിയായി പരിശുദ്ധ ഖുർആൻ ഭൂമിയിലേക്ക് അവതരിച്ചതും ഈ മാസത്തിലാണ് എന്നതാണ് റമളാന്റെ ഏറ്റവും വലിയ സവിശേഷത. റമളാനിലെ വ്രതം അഥവാ നോമ്പ് എന്നത് കേവലം പട്ടിണി കിടക്കൽ മാത്രമല്ല, അത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കലും കൂടിയാണ്. നോമ്പ് നിങ്ങൾക്ക് തഖ്വ അഥവാ ദൈവഭക്തി നൽകുന്നു എന്നാണ് ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. പുലർച്ചെ മുതൽ സൂര്യാസ്തമയം വരെ പട്ടിണി കിടക്കുന്നതിലൂടെ അല്ലെങ്കിൽ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിലൂടെ ലോകത്തുള്ള പാവപ്പെട്ടവന്റെ വിശപ്പിന്റെ വില നമ്മൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നു. ഇത് നമ്മളിൽ സഹാനുഭൂതിയും ക്ഷമയും വളർത്തുന്നു. കൂടാതെ റമളാൻ ദാനധർമ്മങ്ങളുടെ മാസം കൂടിയാണ്. സമ്പന്നൻ തന്റെ സമ്പത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകുന്ന സകാത്തും മറ്റു ദാനങ്ങളും ഈ മാസത്തിൽ വർദ്ധിപ്പിക്കുന്നു. കൂടാതെ റമളാനിന്റെ രാത്രികാലങ്ങളിൽ മാത്രം നിർവഹിക്കുന്ന പ്രത്യേക പ്രാർത്ഥനയായ തറാവി നമസ്കാരവും 1000 മാസത്തേക്കാൾ പുണ്യമുള്ള ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയും ഈ മാസത്തെ കൂടുതൽ പവിത്രമാക്കുന്നു. സത്യം പറയുക, ദേഷ്യം നിയന്ത്രിക്കുക, മറ്റുള്ളവരെ സഹായിക്കുക എന്നിങ്ങനെയുള്ള നല്ല ഗുണങ്ങൾ ജീവിതത്തിൽ പകർത്തിയെടുക്കാനുള്ള ഒരു പരിശീലന കാലയളവ് കൂടിയാണിത്. ഈ റമളാൻ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.